ബി.ജെ.പി. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8 ജനറൽ സെക്രട്ടറിമാർ, 16 ദേശീയ സെക്രട്ടറിമാർ, 13 ഉപാധ്യക്ഷന്മാരും അടങ്ങുന്നതാണ് പട്ടിക. കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായി. സ്മൃതി ഇറാനിയും ബിപ്ലവ് കുമാറും വിനോദ് താവഡയും ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ്. ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് 6 വനിതകളാണ് ഉള്ളത്. ബി.എൽ. സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. വിവിധ മോർച്ചകളുടെ അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഹേമാങ് ജോഷിയാണ് യുവമോർച്ചയുടെ അധ്യക്ഷൻ. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചേർന്നുണ്ട്. ആദർശ്, എന്തായാലും എത്രത്തോളം ആവേശമാകും ഈ സംഘടനാ ശക്തി ഇനി മുന്നോട്ട് പോകുമ്പോൾ? വിഷ്ണു, ഒരു വലിയ ചോദ്യം തന്നെയാണ് വിഷ്ണു ചോദിച്ചത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ടീം നിതിൻ നബീൻ്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പരിചയസമ്പന്നരും യുവാക്കളും അടങ്ങുന്ന പുതുമുഖങ്ങൾ ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് ദേശീയ സെക്രട്ടറിയായുള്ള BJP മുൻ കേരള ഘടകം അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായിട്ട് വരുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് അനിൽ ആൻ്റണി തുടരുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ജനറൽ സെക്രട്ടറി ആകുന്നു. വിനോദ് താവഡെ, കേരളത്തിൻ്റെ അടക്കം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന നേതാവ് വിനോദ് താവഡെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നു. ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്ന് വസുന്ധര രാജ സിന്ധ്യ ഉപാധ്യക്ഷയാകുന്നു. അങ്ങനെ പാർട്ടി പുതുമുഖങ്ങൾക്കും പരിചയസമ്പന്നർക്കും ഒക്കെ അവസരം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ടീമിനെ വാർത്തെടുത്തിരിക്കുന്നു. ആ ടീമാണ് ടീം BJP ആയി ഇനി ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുക. ഒപ്പം തന്നെയാണ് മോർച്ചകളുടെ അധ്യക്ഷന്മാരെയും BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടും ഒരു പുതിയ നിരയുമായി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. നിതിൻ നബീൻ അപ്രതീക്ഷിതമായി BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും അദ്ദേഹം ഈ പാർട്ടിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനായിട്ടുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ടീമിൽ പരിചയസമ്പന്നരുണ്ട്, പുതുമുഖങ്ങളുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി പല സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാക്കളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയായ ബിപ്ലവ് കുമാർ ദേവാണ്. അപ്പോൾ അങ്ങനെ ഈ പാർട്ടി, ഒപ്പം തന്നെ വനിതകൾക്കടക്കം അർഹമായ പരിഗണന നൽകിക്കൊണ്ടാണ് പാർട്ടി ഈ പുതിയ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം പാർട്ടിയെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു ചോദിച്ചതുപോലെ ഈ പാർട്ടി കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ ടീമായിരിക്കും ഇനി ഈ പാർട്ടിയെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നയിക്കുക. വിഷ്ണു, ആദർശൊപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം മറ്റ് പ്രതിപക്ഷ സംഘടനകളൊക്കെ പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് BJP തങ്ങളുടെ ശക്തി വീണ്ടും കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ ഭാരതത്തിനെ മുന്നോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ വിവിധയിടങ്ങളിൽ BJP സർക്കാരുകൾ അധികാരത്തിലേറാനുള്ളൊരു സാധ്യത കൂടി തന്നെയല്ലേ നിലനിൽക്കുന്നുള്ള? അത്തരത്തിലുള്ള കൂടുതൽ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തന്നെയല്ലേ, അതും താഴെത്തട്ടിൽ മുതൽ ഉയർന്ന തലം വരെ സംഘടന ശക്തിപ്പെടുത്താനുള്ള നീക്കം തന്നെയല്ലേ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു യുവാക്കളെ ചേർത്തുകൊണ്ടുള്ള ഈ ഒരു പ്രധാന പട്ടികയ്ക്ക് പിന്നിൽ? തീർച്ചയായും വിഷ്ണു, പാർട്ടിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയെ പല സംസ്ഥാനങ്ങളിലും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവർ, തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിന് ഈ പാർട്ടിയെ പ്രാപ്തരാക്കിയവർ, അങ്ങനെയുള്ള നേതാക്കളുടെ ഒരു നിര തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ഭാരവാഹികളായി കടന്നു വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുണ്ട്, ത്രിപുരയിൽ നിന്നുള്ളവരുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുണ്ട്, പഞ്ചാബിൽ നിന്നുള്ളവരുണ്ട്, ചണ്ഡീഗഡിൽ നിന്നുള്ളവരുണ്ട്, ഒഡീഷയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ ഈ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന്, ഓരോ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന്, പാർട്ടിയുടെ സംഘടനാ സംവിധാനവും പാർട്ടി കൂടുതൽ താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുണ്ട്. അങ്ങനെ പാർട്ടിയുടെ എല്ലാ വിഭാഗം നേതാക്കളെയും പരിഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് തന്നെയാണ് BJP ടീം നിതിൻ നബീൻ എന്നതിലൂടെ BJPയുടെ തന്നെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനുള്ള തന്ത്രങ്ങൾക്കും BJP രൂപം നൽകുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് തെരഞ്ഞെടുപ്പുകളാണ് അടുത്ത് വരാനിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കുക, വലിയ വിജയം നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അത് ഈ ടീം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻനിരയിലുണ്ടാവുക. ഒപ്പം തന്നെ പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള BJPയുടെ പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം ഏറെ നിർണായകമാണ്. വിഷ്ണു, ആദർശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.